കമ്മട്ടം. സോ മലയാളത്തിൽ നിന്നുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ എന്ന് പറയപ്പെടുന്ന ഒരു സീരീസ് ആണ് കമ്മട്ടം. അപ്പൊ ശരിക്കുള്ള ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലറിനൊക്കെ എന്താണ് പറയേണ്ടത് അല്ല അറിയാനായിട്ട് ചോദിക്കുകയാണ്. ക്യാ മട്ടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. C5ലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ആരെപ്പറ്റി സംസാരിച്ചില്ലെങ്കിലും സീരീസിനെ പറ്റി സംസാരിച്ചില്ലെങ്കിലും സുദേവ് നായരെ പറ്റി സംസാരിക്കണം. എന്റെ പൊന്നല്ല നിങ്ങൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ഓക്സിജനും അങ്ങേര് വലിച്ചു കയറ്റിയിട്ട് അത്രയും ഏറെ പിടിച്ചിട്ടാണ് അങ്ങേര് ഈ സീരീസ് അഭിനയിച്ചിരിക്കുന്നത്. എന്റെ പൊന്നെണ്ണ കുറച്ച് ഓക്സിജൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാവരും ഓക്സിജൻ കിട്ടാൻ ചത്തുപോകും. ആ ഒരു അവസ്ഥയാണ്. ആൻഡ് ഇങ്ങനൊരു ക്യാരക്ടർ ഭയങ്കര ഫണ്ണിയാണ്. പക്ഷെ എനിക്ക് ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. ജീവനില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഈ സീരീസ് ഫുള്ള് നിർഗുണന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. നിർഗുണനായ പോലീസ് ഓഫീസേഴ്സ്, നിർഗുണനായ വില്ലൻ, ഭയങ്കര ഡ്രാമ, നാടകം വരെ തോറ്റുപോകുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ആൻഡ് ഒരു നിർഗുണ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് ഒരു ഷോട്ട് ഉണ്ട്. അതായത് നമ്മുടെ ജിയോ ബേബിനെ ഒരു ആക്സിഡന്റിൽ പെടുന്ന ഒരു സീൻ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സീരീസിന്റെ നിലവാരം. ഷോർട്ട് ഫിലിം എടുക്കുന്ന പിള്ളേരെ ഇതിൽ നന്നായിട്ട് എടുക്കുന്ന അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. സുദേവ് നായരുടെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. അതായത് അങ്ങേർക്ക് പണിയെടുക്കാൻ വയ്യ, ലോക മടിയനാണെന്ന് വേണമെങ്കിൽ പറയാം. വാ തുറന്ന് വൺ ഡയലോഗ് പറയാൻ പോലും അങ്ങേർക്ക് വയ്യ. അങ്ങേര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ലാലോ അല്ലെങ്കിൽ പഴയ ഷൈൻ ടോം ചാക്കോ സംസാരിക്കുന്ന പോലെയാണ് തോന്നുക. സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് മാത്രം എന്താണ് പറയണതെന്ന് മനസ്സിലായി. പിന്നെ വേറെ മടിയനാണ് പറയാൻ കാരണം ഇങ്ങേര് പോയിട്ട് ഒരു കേസും അന്വേഷിക്കില്ല. ഒക്കെ ഇങ്ങേരുടെ താഴെയുള്ള ഓഫീസേഴ്സിനെ വിട്ടിട്ട് അവനെ പിടി ഇവനെ പിടി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചോണ്ട് വരും. ആൻഡ്